അല്ല, നമുക്ക് ഇതിനകത്ത് തൃശ്ശൂർ പൂരം തെരഞ്ഞെടുപ്പും നമ്മുടെ സാംസ്കാരിക പൈതൃകമൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാന്നുള്ളതാണ്. മേയർക്ക് ഇടയ്ക്കിടയ്ക്ക് ചില ചേഞ്ചുകൾ വരുന്ന ആളാണ്. അതുപോലെ നമുക്കത് അല്ല, അതുപോലെ നമ്മൾ കോൺസ്റ്റന്റ് ആണ്, സ്ഥിരമാണ്. അപ്പോൾ ഒരു പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോൾ അതിൻ്റെ കൂടെ പൂരം ഉണ്ടാവും. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൻ്റെ കൂടെ, അതാണ് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രത്യേകത. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒപ്പം 5 വർഷം കൂടുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒപ്പം ഒരു പൂരം ഉണ്ടാവും. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒപ്പം 5 കൊല്ലം കൂടുമ്പോൾ ഒരു പൂരം ഉണ്ടാവും. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമാണ്. മതേതര സംവിധാനമുള്ള ഒരു ജില്ലയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് സ്വാഭാവികമാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും പൂരം നടക്കുമ്പോഴും ഒക്കെ നമുക്കുള്ളത്. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും തെക്കേ ഗോപുരനടയിൽ നിൽക്കുകയാണ്. ഞങ്ങളുടെ സമുദായം ഏതാണെന്ന് ആരും ചർച്ച ചെയ്യുന്നില്ല. കുറേ കാലം എൻ്റെ വീടിൻ്റെ മുന്നിലും പിന്നിലുമുള്ള ആളുകളൊന്നും അങ്ങനെ ചർച്ച ചെയ്യാറില്ല. പക്ഷെ അടുത്ത കാലത്ത് അങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അതിനുള്ളൊരു മറുപടി കൂടിയാണ് ഈ പൂരം എന്ന് പറയുന്നത്. അത് തൃശ്ശൂർക്കാരൻ നെഞ്ചിലേറ്റിയ പൂരമാണ്. അത് നമ്മളെ എന്നും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന പൂരമാണ്.